നമ്മൾ ലോഡ് ബാലൻസിങ് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോകാൻ പോകുന്നത് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ സ്റ്റൈലിലേക്ക് നമ്മൾ എന്താ പോകാൻ, നമ്മുടെ അഷൂറിലേക്ക് നമ്മൾ പോകാൻ പോവാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ അഷൂറിന്റെ പോർട്ടലിനെ നമുക്ക് ഏതൊക്കെ രീതികളിൽ നമുക്ക് മാനേജ് ചെയ്യാം, അത് വളരെയധികം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ സൈഡ് ചിന്തിക്കുമ്പോൾ നമുക്ക് ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതിപ്പോ എന്റെ അഷൂറിന്റെ പോർട്ടലാണ്, എന്റെ സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, ഈ സബ്സ്ക്രിപ്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്റെ ധാരാളം ഡിപ്ലോയ്മെന്റ് നിൽക്കുന്നത് എവിടെയാണ്? സെൻട്രൽ യുഎസിലാണ് എന്റെ ഡിപ്ലോയ്മെന്റ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഈ സെൻട്രൽ യുഎസിനകത്ത് നമുക്ക് എങ്ങനെയാണ്, എനിക്കിവിടെ ഒരു ഏകദേശം ഒരു 1000 VMs ഒന്ന് നോക്കി, അല്ലെങ്കിൽ ഒരു 500 VMs ഉണ്ട്, സ്റ്റോറേജ് അക്കൗണ്ട്സ് ഉണ്ട് എനിക്ക്. അതേപോലെ തന്നെ എന്താണ് ബിനെറ്റ് ഉണ്ട്, അങ്ങനെ കുറെ പരിപാടികൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കിവിടെ ഉണ്ട്. ഓക്കെ, ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ, എനിക്കിവിടെ ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ മാനേജ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം ഒരു 10 എംപ്ലോയീസോ അല്ലെങ്കിൽ 20 എംപ്ലോയീസും ഉണ്ടെന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ ടെക് ടീം, അങ്ങനെ കുറെ ടീമുകളുണ്ട് നമ്മളെ കൈക്കകത്ത്. ആക്ച്വലി അപ്പം നമുക്ക് എല്ലാവരെയും നമുക്ക് അഡ്മിൻ ആക്കാൻ പറ്റത്തില്ല, ശരിയല്ലേ? എല്ലാവരെയും നമുക്ക് അഡ്മിൻ ആക്കാൻ പറ്റത്തില്ല. എല്ലാവർക്കും അതിന്റെ ലിമിറ്റഡ് പ്രിവിലേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് അസൈൻ ചെയ്യണം, അല്ലെ? അപ്പം ഇതിനെല്ലാം നമ്മൾ അഷൂറിന്റെ സൈഡിൽ നമുക്ക് തരുന്ന സർവീസ് ഏതാണ് എന്ന് വെച്ചാൽ ആർബാക്ക് എന്ന് പറയുന്ന സർവീസ് വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. എയർബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പഠിക്കും. എയർബാക്കിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഡീപ്പായിട്ട് നമ്മൾ പിന്നെ പഠിക്കും. റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇന്ന യൂസർ ഇന്നതെ ആക്സസ് ചെയ്യാവൂ, ഇന്നത് കയറുമ്പോൾ അയാൾക്ക് ഇന്നതേ കാണാവൂ, അയാൾക്ക് റീഡ് പെർമിഷൻ മാത്രമേ ഉള്ളൂ, റൈറ്റ് പെർമിഷൻസ് ഇല്ല, അയാൾക്ക് സ്റ്റോറേജ് അക്കൗണ്ട് കാണാൻ പാടില്ല, ഇന്ന റിസോഴ്സ് ഗ്രൂപ്പിലുള്ളത് കാണാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ പറയാൻ പറ്റത്തുള്ളൂ? നമുക്ക് എയർബാക്ക് വഴിയേ നമ്മൾ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ അടുത്ത് വരുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്, AD ലെവൽ പ്രിവിലേജ്. അത് നമ്മൾ പിന്നെ പഠിക്കും. ആക്റ്റീവ് ഡയറക്ടറി ബേസ് ചെയ്ത് വരുന്ന പ്രിവിലേജ് നമ്മൾ പിന്നെ പഠിക്കും. ഓക്കെ, നമ്മൾ എന്ത് പറയാൻ പോകുന്നത് അഷൂർ പോളിസിയെ കുറിച്ചാണ്. എന്താണ് ഒരു പോളിസി എന്ന് പറഞ്ഞാൽ? ഒരു കമ്പനിയെ സംബന്ധിച്ചോളം അവിടെ എന്തായിരിക്കും, സർട്ടൈൻ കുറെ പോളിസീസുകൾ അവർ എന്തായിരിക്കും? സാറിന് എക്സാമ്പിൾ പോളിസീസ് ഒക്കെ ഒന്ന് പറയാമോ? ഏതെങ്കിലും സാമ്പിൾ പോളിസീസുകൾ നിങ്ങളുടെ ഫേമിൽ ഉണ്ടായിരിക്കുന്ന പോളിസികൾ? സിസ്റ്റം ബേസ്ഡ് ആണോ? ഡിപ്ലോയ്മെന്റ് ബേസ്ഡ്. പോളിസി ഇന്ന ഡിപ്പാർട്ട്മെന്റ് ഇന്നത് കിട്ടാവൂ, അല്ലെങ്കിൽ അതാണ് സൂപ്പർ. അതായത് നമ്മളിൽ ഇപ്പം എന്തായാലും നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതെല്ലാം റിസോഴ്സ് ഗ്രൂപ്പ് ലെവലാണ്, അല്ലെ? നമ്മൾ പറഞ്ഞത് ARM ലെവലിലാണ് നമ്മളെ ഡിപ്ലോയ്മെന്റ്സ് കംപ്ലീറ്റ് എവിടെ നടക്കാൻ പോകുന്നത്? നമ്മുടെ അഷൂറിന്റെ പ്ലാറ്റ്ഫോമിൽ നടക്കാൻ പോകുന്നത് നമുക്ക് നല്ലവണ്ണം അറിയാം, അല്ലെ? നമുക്ക് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പ് എന്താണ്, UK എന്താണ് HR എന്ന് പറയുന്ന റിസോഴ്സ് ഗ്രൂപ്പ്. ഓക്കെ, ഈ റിസോഴ്സ് ഗ്രൂപ്പ് സാധാരണഗതിയിൽ അവർക്ക് ഡിപ്ലോയ്മെന്റ് നടത്തേണ്ടത് എവിടെയാണ്? സെൻട്രൽ യുഎസിലാണ് നമുക്ക് ഡിപ്ലോയ്മെന്റ് നടത്തേണ്ടത്, മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഇവർക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രിവിലേജ് വെച്ചിട്ട് ഇവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? വെസ്റ്റ് യുഎസിൽ വേണമെങ്കിലും അവർക്ക് ഡിപ്ലോയ്മെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും? പ്രശ്നമാണ്, അല്ലെ? അതൊന്ന്. രണ്ടാമത്തെ കേസ് നമ്മൾ പറയാണ് ഇവർക്ക് സർവർ പ്രൊവിഷനിങ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് നമ്മൾ എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മിഷൻസ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ D23 എന്ന് പറയുന്ന ഏതെങ്കിലും വേർഷൻസ് ആയിട്ടുള്ള ഒരു ജനറൽ പർപ്പസ് സർവേഴ്സ് മാത്രമേ നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ഒരു മോഡൽ സർവർ മാത്രമേ നമ്മൾ ഇവർക്ക് അലോ ചെയ്തിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ 1 വിർച്വൽ CPU അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു 3.5 GB റാമും ഉള്ള ഒരു മിഷൻ മാത്രമേ ഇവർക്ക് നമ്മൾ അലോ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവർക്ക് കൂടുതൽ മിഷൻസ് എടുക്കാനുള്ള റൈറ്റ്സ് ഇതിനകത്ത് വരുന്നുണ്ടല്ലോ, ചെയ്യാൻ പറ്റണ്ടേ? മനസ്സിലെ? ആർക്ക് ഇവരെ ഡിപ്ലോയ്മെന്റ് ഏത് റീജിയനിലായിരിക്കണം, ഇവർക്ക് ഏത് റീജിയനാണ് ആക്സസ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇവർക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിപ്ലോയ്മെന്റ് നടത്താം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിപ്ലോയ്മെന്റ് ലെവൽ അല്ലെങ്കിൽ റിസോഴ്സ് ലെവൽ, ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ആസ് എ റിസോഴ്സ് ലെവൽ, യൂസർ ലെവൽ അല്ല, റിസോഴ്സ് ലെവൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെൻട്രലൈസ്ഡ് പോളിസി സിസ്റ്റംസ് നമുക്ക് എവിടെ കൊണ്ടുവരാൻ പറ്റും? അഷൂറിനകത്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താണ് നമ്മുടെ ഷഹീർ വർക്ക് ചെയ്യാൻ പോകുന്ന കമ്പനി എന്തുണ്ട്? അവിടെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. മാർക്കറ്റിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, ഡിപ്ലോയ്മെന്റ്, ഡെവ് ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പം ഇവർക്കെല്ലാം ചിലപ്പോൾ ഇവരെ ടീമുകളെല്ലാം പല റീജിയനിലായിരിക്കാം ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത്, മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഞാൻ ഡെവ് ടീമിന് കൊടുക്കുമ്പോൾ ഞാൻ നിങ്ങൾ വെസ്റ്റ് യുഎസിന് മാത്രമേ ഡിപ്ലോയ്മെന്റ് ചെയ്യാവൂ. അവർ അവിടെ മാത്രമേ ചെയ്യാവൂ. അവർ വേറെ റീജിയനിൽ പോയി ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞാൽ മാത്രം മതി, നമുക്ക് പോളിസി സെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പറയാണ് ഇന്ന ഡിപ്ലോയ്മെന്റിൽ നിങ്ങളെ ഇന്ന സർവർ മാത്രമേ ഡിപ്ലോയ്മെന്റ് ചെയ്യാവൂ. നമുക്ക് അവർ റിട്ടേൺ മെയിൽ അയച്ചൊന്നും പറയേണ്ട ആവശ്യം, നമുക്ക് പോളിസി സെറ്റ് ചെയ്തിരുന്ന അവർക്ക് അത് മാത്രമേ കിട്ടത്തുള്ളൂ. കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഫയർവാൾ പോളിസി അല്ല, ഫയർവാൾ പോളിസി വേറെയാണ്. കാര്യം നമ്മൾ അലൗഡ് ആണ്.
ഇൻബൗണ്ട് ഔട്ട്ബൗണ്ട് ട്രാൻസാക്ഷൻ, എന്താണ് വെബ് ആപ്ലിക്കേഷൻസ്, ഇങ്ങനെയൊക്കെ വരുന്ന അലൗഡ് ആക്സസ് ആണ്. ഫയർവാൾ വരാൻ പിന്നെ പറഞ്ഞുതരാം. ഫയർവാളും മാനേജറൊക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു സെൻട്രലൈസ്ഡ് പോളിസി സിസ്റ്റം. ഇത് മനസ്സിലായി സാറേ, ശ്രദ്ധക്ക് ഓടി. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ഓക്കെ, സീ നോക്കിയേ. Azure policy is a service in Azure that used to create, assign and manage policies. These policy enforce different rules and effects over your resources. User level alla andallo, resources. So those resources take complaint and with your corporate standard. നമുക്ക് ഒരു കോർപ്പറേറ്റ് എന്നുണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ സർവീസ് എഗ്രിമെന്റ്. ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ആരാണ്? ഈ പറഞ്ഞിരിക്കുന്ന അഷ്യൂർ പോളിസി വഴി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, സി ഇത് കണ്ടോ, what is how is it different between different from RBAC and നമ്മുടെ അഷ്യൂർ പോളിസി? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ടും ഒന്നുപോലെയാണെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നും രണ്ടും എന്തല്ല, ഒന്നല്ല. കണ്ടല്ലോ, അഷ്യൂർ there are few key difference between Azure policy and role-based access control. Okay. Okay. RBAC focus on user action at different scopes. Okay. ഇതിങ്ങനെ എന്നെ പഠിക്കണം, അത് വേറെ ഒരു മാറ്റവും ഇല്ല നമുക്ക്. മനസ്സിലായല്ലോ? ഇതെന്താണ്? ഒരു യൂസർ ആക്ഷൻ ആണ് അല്ലെ. യൂസർ ആക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് RBAC-നെ കൊണ്ടുവരുന്നത്. You might be added to the contributor role for a resource group, allowing you to make change to that resource group. Okay. അടുത്ത് പറയണം, അഷ്യൂർ പോളിസി എന്താണ്, എങ്ങോട്ടാ ഫോക്കസ് ചെയ്യുന്നത്? ഓൺ റിസോഴ്സസ് പ്രോപ്പർട്ടീസ് ഡ്യൂറിംഗ് ഡിപ്ലോയ്മെന്റ് ആൻഡ് ഫോർ ഓൾറെഡി എക്സിസ്റ്റിംഗ് റിസോഴ്സസ്. എന്ന് പറഞ്ഞാൽ എന്താണോ അവൻ ഡിപ്ലോയ്മെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൻ എന്തൊക്കെ ഡിപ്ലോയ് ചെയ്യാം, ഏതൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റില്ല, ഏതൊക്കെ റീജിയനിൽ ഡിപ്ലോയ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ എവിടെ പറയാൻ പോകുന്നത്, നമ്മുടെ അഷ്യൂർ പോളിസിയിൽ പറയുന്നത്. നമ്മൾ പോകാൻ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? രണ്ട് ഏരിയ. നമുക്കിവിടെ പോളിസി ആദ്യം നമ്മൾ കയറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പോളിസി ഡെഫിനിഷൻസ് ഉണ്ട്. The journey creating and implementing a policy in Azure policy begins with a creating policy. നമ്മൾ ആദ്യം എന്താണ്, പോളിസി ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ടാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. പോളിസി ക്രിയേറ്റ് ഗോ ടു അസൈൻമെന്റ്. എന്താണ് ആർക്കൊക്കെ അസൈൻ ചെയ്യാന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ യൂസർ ലെവൽ അല്ല അസൈൻമെന്റ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, നമുക്കൊരു മാനേജ്മെന്റ് ഗ്രൂപ്പിന് പറയാം. മാനേജ്മെന്റ് ഗ്രൂപ്പിൽ ആർക്കിടെക്ചർ ആണ് ഇവിടെ ഫോളോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നിങ്ങൾക്ക് റിസോഴ്സ് ഗ്രൂപ്പിന് പറയാം. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ താഴോട്ട് വരുന്ന എല്ലാ ക്രൈറ്റീരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായിട്ടും ഇവിടെ പറയുന്ന റിസോഴ്സ് ഗ്രൂപ്പും സബ്സ്ക്രിപ്ഷനിൽ പറയാം മാനേജ്മെന്റ് ഗ്രൂപ്പ്. ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പിന്നെ ഇതേ സാധനം നമുക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്യാം. സബ് സ്കോപ്പ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള പ്രിവിലേജ് നമുക്ക് ഇവിടെ നമുക്ക് തരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഇതിൽ ഇത്രയും പേർക്ക് ഇത്രയും കൊടുത്ത് താഴെയുള്ള നമ്മളെ നെസ്റ്റഡ് ഡൊമൈൻ, നെസ്റ്റഡ് ഗ്രൂപ്പ്, മറ്റേ നെസ്റ്റഡ് ഗ്രൂപ്പ് എന്നൊക്കെ അല്ലേ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള റൈറ്റ് നമുക്ക് എവിടെ തരുന്നുണ്ട്, അഷ്യൂറിനകത്ത് ഇവരെ തരുന്നുണ്ട്. ക്ലിയർ? നമുക്കൊന്ന് ലാബിലോട്ട് പോയാലോ? ഓക്കെ, അതിന്റെ എക്സ്പ്ലനേഷൻസ് നല്ല നോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്, കണ്ടല്ലോ. ഓക്കെ, സി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മള് പോർട്ടലിലേക്ക് വരുന്നു. കൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. ഓക്കെ, അഷ്യൂർ പോളിസി ഇവിടെ സെർച്ച് ചെയ്താൽ സെൻട്രലൈസ്ഡ് പോളിസിയാണ്, സെർച്ച് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. പോളിസി സി നമ്മളിവിടെ ഒരു പോളിസി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കണ്ടല്ലോ, ഇവിടെ കാണാൻ പറ്റും നമ്മുടെ പോളിസി എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, ആരൊക്കെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെഫിനിഷൻസ് എടുക്കാം. ഓക്കെ, പോളിസി ഡെഫിനിഷൻസ് പറയാനായിട്ട് നമ്മൾ പോവാണ്. ഇതാണോ, ധാരാളം പോളിസീസ് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ പോളിസി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഡിഫോൾട്ട് ആയിട്ട് തന്നെ. ഇതാണോ, ഇത് നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് പോളിസി വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സാധാരണ ഇപ്പൊ ഞാൻ ഇവിടെ സെർച്ച് ചെയ്യാണ്, അവിടെ ഇവിടെ കാറ്റഗറൈസ് ചെയ്തെല്ലാം ഉണ്ട് കേട്ടോ, എല്ലാം ഉണ്ട്. കാറ്റഗറൈസ് ചെയ്തെല്ലാം നമുക്ക് എടുക്കാറുണ്ടോ, അവിടെ കിടപ്പുണ്ട്. ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നിങ്ങൾക്ക് പോളിസിയാണ് നിങ്ങൾക്ക് വേണ്ടത്, എല്ലാം കിട്ടും. ഓക്കെ, ഞാനിപ്പോ എന്താണ് അലൗഡ് എന്ന് പറയുന്ന സാധനം എടുക്കാം. അലൗഡ് അങ്ങോട്ടായിട്ട് വരുന്ന സമയത്ത് ഞാൻ അലൗഡ് ലൊക്കേഷൻ ആണ് എടുക്കുന്നത്. കണ്ടോ, അലൗഡ് ലൊക്കേഷൻ പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്ന ഡെമോ കാണിക്കാൻ പറ്റുന്ന കാര്യം അതാണ്. അലൗഡ് ലൊക്കേഷൻ സെലക്ട് ചെയ്തു. കണ്ടല്ലോ, ഇതാണ് എന്റെ ജീസൺ സ്ക്രിപ്റ്റ്. കണ്ടല്ലോ, ജീസൺ സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മൾ അസൈൻ ചെയ്യാൻ പോവാണ്. ആർക്കാണ് ഈ പോളിസി അസൈൻ ചെയ്യാം? ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഡെഫിനിഷൻ എടുക്കുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അസൈൻ ചെയ്യുന്നു. ഓക്കെ,
അസൈൻ. നമുക്ക് ആർക്കാ അസൈൻ ചെയ്യേണ്ട? സ്കോപ്പ് ഏതാണ്? നമ്മുടെ ആദ്യം എന്താണ് നമ്മുടെ ആദ്യം നമ്മുടെ എന്താണ് നമ്മുടെ സബ്സ്ക്രിപ്ഷൻ, നമ്മുടെ ടെനന്റ് ഗ്രൂപ്പ്. ഓക്കെ, ദെൻ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലെവൽ വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഫുൾ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ എങ്കിൽ അതിന്റെ പ്രശ്നം എന്താണ്? ആ സബ്സ്ക്രിപ്ഷൻ ഫുൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങളുടെ UK വേണ്ടി ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പോളിസി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോളിസി ആ സബ്സ്ക്രിപ്ഷൻ ഫുൾ അപ്ലൈ ആവും. ഇപ്പൊ നമുക്ക് അങ്ങനെ വേണ്ട. നമ്മൾ പറയണ എന്താണ്? നമ്മളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ഗ്രൂപ്പിന് മതി എന്നാ പറയുന്നത്. ഓക്കെ, അതുപോലെ പുറന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിനാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ പറയാണ്, നമ്മള് എക്സ്ക്ലൂഷൻ പറയാൻ പോവാണ്. എന്താണ് ഇതിനകത്ത്? നിങ്ങൾക്ക് ഈ പറഞ്ഞ സബ്സ്ക്രിപ്ഷൻ വേണ്ട, നമുക്ക് ഇതിനകത്തുള്ള സബ് ഗ്രൂപ്പോ അങ്ങനെ എന്തെങ്കിലും എക്സ്ക്ലൂഡ് വേണമെങ്കിൽ നമുക്ക് ഓക്കെ, അപ്പൊ നമുക്കത് വേണം. നമ്മൾ ഫുൾ ആ പറഞ്ഞ റിസോഴ്സ് ഗ്രൂപ്പിനെ നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ, നമ്മുടെ വന്നു, നമ്മൾ അലോട്ട് നമുക്ക് വേണമെങ്കിൽ പുതിയ പേരൊക്കെ കൊടുക്കാം. നമ്മൾ ഈ പേര് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനോ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പേര് വെച്ചിട്ടോ അതുകൊണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെയ്താൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുക. ദെൻ കണ്ടോ നമ്മൾ അലോ ചെയ്യുന്ന റീജിയൻ ഏതാണ്? എല്ലാ റീജിയനോട് അലോ ചെയ്യും. കണ്ടോ, കാണുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പോ സെൻട്രൽ യൂസ് ആക്കി മാത്രം ആക്കാം. സെൻട്രൽ യൂസ്. ഓക്കെ, സെലക്ട് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ്ടോ, ബൈ ഡിഫാൾട്ട് ദിസ് അസൈൻ വിൽ ഓൺലി ടേക്ക് എഫക്ട് ദ ന്യൂലി ക്രിയേറ്റഡ് റിസോഴ്സിന് മാത്രമേ അഫക്ട് ചെയ്യത്തുള്ളൂ, അല്ല വേറെ ഒന്നിനും എന്ത് ചെയ്യത്തില്ല, അഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, പുതിയ വരുന്നതല്ലേ അതിന് അഫക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ കംപ്ലൈൻസ് പറയുന്നില്ല. നെക്സ്റ്റ് കൊടുക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യും. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഇവർ പറയും ഒരു 30 മിനിറ്റ് എടുക്കും എന്ന് പറയും. കണ്ടോ, അഫക്ട് ചെയ്യാൻ. പക്ഷെ അത്രയും സമയം വരാറില്ല, പെട്ടെന്ന് തന്നെ എന്തായാറുണ്ട്, അഫക്ട് ചെയ്യാറുണ്ട്. നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കുമ്പോൾ റെഡി ആവും. ഇവിടെ വരും, നമ്മൾ അഫക്ട് ചെയ്യുന്ന പോളിസീസ് ഇവിടെ വരും. ഒന്ന് റീഫ്രഷ് ചെയ്യാം. ഇതാ വന്നിട്ട് കണ്ടോ, ഈ സബ്സ്ക്രിപ്ഷനകത്ത് ഈ റിസോഴ്സ് ഗ്രൂപ്പിനകത്ത് നമ്മൾ എന്താണ് ഈ ഒറ്റ റീജിയൻ മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പോളിസി അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? നമ്മളൊരു റിസോഴ്സ് ഡിപ്ലോയ് ചെയ്യാൻ പോവാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസോഴ്സ്മെന്റ് ഡിപ്ലോയ് ചെയ്യുന്നത് ആപ്പ് സർവീസ് ആണ്. ഓക്കെ, ഒരു ആപ്പ് സർവീസ് നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. പെട്ടെന്ന് ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പ് എടുത്തു. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ സെയിം ആണ്. നമ്മുടെ റിസോഴ്സ് ഗ്രൂപ്പ് മലപ്പുറം കൊടുത്തു. നമ്മൾ വെബ് ആപ്പിന്റെ പേര് എന്താണ്? എന്തെങ്കിലും ടെം നെയിം കൊടുക്കുക. ഓക്കെ, ടെം നെയിം കൊടുത്തു. നമ്മളെ കോഡ് ഏതാണെന്ന് പറയുക. നമ്മൾ റൺ ടൈം എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ജാവ എങ്കിൽ ജാവ, PHP എങ്കിൽ PHP എടുത്തു. അപ്പൊ ലൈൻസ് പ്ലാറ്റ്ഫോമിലേക്ക് ആയിരിക്കും ഡിപ്ലോയ്മെന്റ് വരുന്നത്. പ്ലാൻസ് പറയാം. ഇവിടെ ഞാൻ ഒരു ഫ്രീ ടയർ ആണ് ചൂസ് ചെയ്തത്. ഒന്നുമില്ല, നമുക്ക് ഈ റിസോഴ്സ് ഗ്രൂപ്പിനകത്ത് ഒരു ഡിപ്ലോയ്മെന്റ് വരണം, അത്രേ. ഇത് അലോ ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓസ്ട്രേലിയ സെലക്ട് ചെയ്ത് വേറെ റീജിയനെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എറർ അടിക്കണം. അതാണ് നമ്മളെ വിജയം. ഓക്കെ, നമ്മുടെ പോളിസി അപ്ലൈ ആയെന്ന് മനസ്സിലാകത്തുള്ളൂ. ഇറ്റ് ഈസ് കോമൺ തിങ്. ഓക്കെ, നമ്മുടെ റിപ്പോസിറ്ററി കണക്ട് ചെയ്ത് കൊടുക്കുക. നെറ്റ്വർക്കിംഗ്, മോണിറ്ററിംഗ്. ഓക്കെ, then review creates. ഇപ്പൊ നമ്മൾ എറർ വരണം. ഇപ്പം അലൗഡ് ആണെങ്കിൽ ഈ റീജിയനിൽ ഡിപ്ലോയ്മെന്റ് നടക്കണം. നമ്മൾ പറഞ്ഞ പോളിസി അപ്ലൈ ആയിട്ടില്ല. ഇതാണോ എറർ വായിച്ചു നോക്കിയേ? എംപ്ലോയ്മെന്റ് ഫെയിൽഡ് കണ്ടോ? എന്ന് പറഞ്ഞാൽ നമ്മൾ പോളിസി അപ്ലൈ ചെയ്ത് കൊടുത്ത് അവന് യൂസറിന് കൊടുത്തു കഴിഞ്ഞു. ഇനി അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല. അവന് ഈ വേറൊരു റീജിയനിൽ ഡിപ്ലോയ്മെന്റ് പറ്റില്ല. അവിടെ ഡീറ്റെയിൽസ് ആണോ ഇവിടെ വായിച്ചു നോക്കിയാൽ? ഇതാണ് ഈ എറർ അടിക്കണം. ഇതാണ് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ. അടിപൊളിയല്ലേ? ഇത് ഏത് രീതിയിൽ വേണമെങ്കിൽ യു ക്യാൻ ടെസ്റ്റ്. ഏത് ലെവൽ ഓഫ് വേണമെങ്കിൽ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള പോളിസീസ് ഒക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം. ക്ലിയർ? അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, മതി. റെക്കോർഡ് മതി. ഇനി അടുത്ത